എന്നെ കൊണ്ട് എല്ലാവരും തീരത്തിനെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ വന്ന് മുഴുവൻ ആൾക്കാർ തീരത്തിൻ്റെ ഇടം. അടിപൊളി സിനിമ, നല്ല സിനിമയായിരുന്നു. അയ്യോ എൻ്റെ ഏട്ടൻ പൊളി, ഒരേ പൊളി ഒരേ പൊളി ഒരേ ഒരേ പൊളി. അതെ, പുള്ളി അല്ലെങ്കിലും പോലീസ് വേഷത്തിൽ എപ്പോഴും കിടുവാണ്. മീശമാധവൻ തൊട്ട് നമ്മൾ കാണാൻ തുടങ്ങിയാണ്. പുള്ളി ചെറിയ പ്രായം തൊട്ട് പോലീസ് വേഷങ്ങൾ പുള്ളിക്ക് എപ്പോഴും. ബാക്കിയത് മോശമൊന്നുമല്ല, എപ്പോഴും. ഡയറക്ടറോട് സംസാരിച്ചില്ലേ? അതിന്റെ ഡയറക്ടറാ പോയത്, സംസാരിച്ചില്ലേ? ഒരുപാട്. എല്ലാരും പോയി കാണണം. എന്തായാലും പൈസ നഷ്ടമാവൂല പോയി കണ്ടു കഴിഞ്ഞാല്, ഉറപ്പാ. അക്കാര്യത്തിൽ 100% ഉറപ്പാകും. ഇപ്പോഴും നടക്കുന്ന സമകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോമ ഇപ്പോഴും നടക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ട്രോമകളൊക്കെ, ആ കുട്ടി അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു, ഡബ് ചെയ്യാൻ സാധിച്ചു. ഫാമിലി എൻ്റർടൈനർ പോലെ ഒരു ക്രൈം ത്രില്ലറാണ്. എല്ലാവർക്കും ഒരുമിച്ച് നന്നായിട്ട് ലാഗ് ആവാതെ കാണാൻ പറ്റിയൊരു സിനിമയാണ്. നിങ്ങൾ എല്ലാവരും പോയിട്ട് സിനിമ കാണണം. ധീരം ടീം സൂപ്പർ ആയിട്ട് തന്നെ. അതിൽ ഇന്ദ്രേറ്റിന്റെ ലെവല് ഭയങ്കരമായിട്ടും അതില് എല്ലാ രംഗങ്ങളിലും ഇന്ദ്രേറ്റൻ തകർത്ത് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ധീരം മൂവി കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രേട്ടൻ പ്രത്യേകിച്ച് പറയണ്ട. പിന്നെ ഇമോഷണലി കൂടി നമുക്ക് കണക്റ്റ് ആവുന്നൊരു മൂവിയാണ്. പിന്നെ വരലക്ഷ്മിനെ ഞാൻ എടുത്ത് പറയാണ്, പെർഫോമൻസിൽ അവരുടെ എല്ലാം നന്നായിട്ടുണ്ട്. ശരി. അത് പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രണ്ടര തന്നെയായിരുന്നു. അത് പെർഫോമൻസ് നന്നായിരുന്നു. ശരി, താങ്ക് യു. ഹായ്, നല്ല മൂവിയായിരുന്നു. ഇന്ദ്രജിത് ചേട്ടൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ആയാലും സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു ചേട്ടനായാലും ജിൻ ചേട്ടനായാലും എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു മൂവിയല്ല, വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ലെവലിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കുറേ ഒരു ഇമോഷണൽ കോക്ടെയിൽ പോലത്തെ ഒരു മൂവിയാണ്. പല ഇമോഷൻസും പല ഫീലിങ്സിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു മൂവിയാണ്, ഒരു ഗുഡ് വാച്ചാണ്, വൺ ടൈം വാച്ചാണ്. എല്ലാവരും വന്ന് കാണണം. താങ്ക് യു. ഫിലിമാണ്, ഫസ്റ്റ് ഫിലിമാണ്. നിർമ്മലായിട്ട് അഭിനയിച്ച എൻ്റെ മോനാണ്. അപ്പോൾ വളരെ സന്തോഷം. കാരണം ബിഗ് സ്ക്രീനിൽ വന്നിട്ട് സത്യം പറയാൻ വാക്കുകളില്ല പറയാം. സൂപ്പറായിട്ട്. എൻ്റെ അനിയനെ അഭിനയിച്ചിട്ടുണ്ട്, അമ്മയാണ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ഇമോഷണലായിട്ട് എല്ലാവരും കാണണം. ഇത്ര പേരാണ്. എല്ലാവരും ഭയങ്കര നല്ലായിരുന്നു. മ്യൂസിക് ആണെങ്കിലും എല്ലാം നൈസായിരുന്നു. ഭയങ്കര സന്തോഷം. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കൊടുക്കാൻ പറ്റി, ചെയ്യാൻ പറ്റി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആൻഡ് ഡയറക്ടറിൻ്റെ ആയിക്കോട്ടെ, ക്യാമറ ലൈക്ക് എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രൂട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല, കരയിപ്പിച്ചാണ്. ആൻഡ് ഇന്ദ്രേട്ടൻ ഓഫ്കോഴ്സ് ഒരു അൺകമ്പാരബിൾ പോലീസ് വേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ബാക്കി എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഭയങ്കര ഭയങ്കര സ്വപ്നമാണല്ലോ. അപ്പോൾ അത് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം. താങ്ക് യു. പടം ഒരു രക്ഷയില്ല. പടം ഭയങ്കര അടിപൊളിയായിരുന്നു. സ്ക്രിപ്റ്റ് സൂപ്പറാണ്, ഡയറക്ഷൻ ഒരു രക്ഷയില്ല. നമ്മൾ ക്രൈം എന്നൊക്കെ പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നതിനേക്കാളും വേറെ ലെവൽ മൂവിയാണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആൻഡ് ക്ലൈമാക്സ് എല്ലാം. ഇന്ദ്രേട്ടൻ പിന്നെ പറയണ്ടല്ലോ, സൂപ്പറാണ്, മസ്റ്റ് വാച്ച്. കുറച്ച് വയലൻസും കാര്യങ്ങളുണ്ട്, ബട്ട് ഇപ്പോഴത്തെ ഒരു ഡേ ടു ഡേ പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ മാർക്കോ പോലത്തെ മൂവിയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഇതൊന്നും അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. സോ അമേസിങ്.